ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുക്കാത്ത അരിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ തേങ്ങാപ്പാൽ വേണം 1 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്, ജീരകവും ഏലക്കായയും കൂടി പൊടിച്ചത്, 1 മുട്ട, പിന്നെ ഇത് കോരി ഒഴിക്കുന്നതിന് ആവശ്യമായ ഒരു കിണ്ണം വേണം. അതുകൊണ്ടാണ് കിണ്ണത്തപ്പം എന്ന് പേര് വന്നത്. പിന്നെ നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കശുവണ്ടിയും കിസ്മിസും വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്പം പഞ്ചസാര ചേർത്ത് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം. അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് അരച്ചും നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. പക്ഷേ അരി അരയ്ക്കുമ്പോൾ തേങ്ങയുടെ 3-ാം പാലിലും 2-ാം പാലിലും ആദ്യം അരച്ചിട്ട് അതനുസരിച്ച് തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർക്കാം. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാം. അല്പം ഉപ്പുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് ഒട്ടും തരിയില്ലാതെ അരിച്ചെടുക്കാം. ഒരു പ്ലേറ്റിൽ അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. ഇതൊരു അപ്പച്ചെമ്പിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഒരു 20 മിനിറ്റ് നേരം കൂടി നമുക്കിത് വേകാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം.